ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. ഹലോ വർഗീസേട്ടാ, ഞാനങ്ങോട്ട് പണിക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പെട്ടെന്നൊരു വയറുവേദന. ഓ, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നതുകൊണ്ടേ ഇന്നൊന്നും ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. നാളെ മുതൽ ഞാൻ വരും, തീർച്ചയാണ്. ആ ശരി എന്നാ. എൻ്റെ പട്ടി വരും. തന്നോടേ 1-2 ദിവസത്തെ പണിക്കാശ് അഡ്വാൻസ് ചോദിച്ചപ്പോഴേ ഒരു ദിവസത്തെ കാശ് പോലും തരാണ്ട് പറ്റിച്ച ആളല്ലേ. വരും, ഒരുപാട് വരും. ഇപ്പൊ കൂട്ടിയിടിച്ചാനല്ല. എന്താടാ ഇത് ഫോണിൽ നോക്കിട്ട് ഒറ്റക്ക് സംസാരിക്കണ്? അതൊക്കെ പോട്ടെ ചേച്ചി, എനിക്കും കൂടി ഒരു ചായ എടുത്തേക്ക്. അല്ല, നീ ഇന്ന് പണിക്കൂല്ലേ? പണി എടാ, ബുദ്ധിയുള്ള ഒരു പണിക്ക് പോവില്ല. അവർക്ക് അധ്വാനിക്കേണ്ടിയും വരില്ല. പിന്നെ അല്ല, പിന്നെ എങ്ങനെ ജീവിക്കും? അത് പറ ജോർജ് നീ. അത് പറയാൻ പറ്റില്ല. ഇങ്ങനെ അതെന്റെ ട്രേഡ് സീക്രട്ടാ. അത് പറഞ്ഞു തരുന്നതേ ബുദ്ധിയില്ലായ്മയല്ലേ. മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ കയ്യിൽ വരുന്ന ഒരു ട്രിക്ക്. തൽക്കാലം നീ അത്ര അറിഞ്ഞാ മതി. അങ്ങനെ നീ എന്നെ കൊച്ചാക്കിയൊന്നും കാണണ്ട. പണിക്ക് പോകാതൊക്കെ ജീവിക്കാൻ നമുക്കൊക്കെ അറിയാം. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്നലെ ഞാൻ മേസ്ത്രി അടുത്തുനിന്ന് അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാശ് വാങ്ങിച്ചത്. അത് കൊള്ളാല്ല. എന്നിട്ടെന്താ, ഇന്നു മുതൽ 3-4 ദിവസത്തേക്ക് പണിക്ക് പോകുന്ന കാര്യത്തെ പറ്റി ഞാൻ ചിന്തിക്കുക പോലും ഇല്ല. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 6-ാം വാക്യം. പറ, എനിക്ക് ബുദ്ധിയില്ലേ? അല്ല, നീയൊക്കെ ആ ഡേവിഡിന്റെ ചികിത്സാ സഹായ നിധി സംഘത്തിലുണ്ടല്ലേ? പിന്നല്ലാതെ. അതിന്റെ ഗജാഞ്ചി നീയാണല്ലേ? എടാ, ബുദ്ധിയില്ലായ്മ പിന്നെയും പറയല്ലേ. എടാ ആൻ്റപ്പ, ഇത്തരം സന്ദർഭങ്ങളിൽ നേതൃത്വ നിരയിൽ ഉണ്ടാകരുത്. അറിയോ നിനക്ക്? അപ്പ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. ഓ, കൂട്ടത്തിൽ നിന്നിട്ട് കാർന്ന് നിന്ന പരിപാടി അല്ലേ? എടാ, നമ്മളെയൊക്കെ ഒന്ന് കൂട്ടത്തിൽ കൂട്ടറാ. നോക്കട്ടെ. ആ ചേച്ചി, ഇന്ന കാശി. എന്റെ കാശ് കൂടി എടുത്തോട്ടാ. ആഹാ, അപ്പൊ എന്നെയും കാരണ. ഓ, ഈനാം വെച്ചക്ക് മരപ്പെട്ടി വീട്ട്. ആ ഗ്രേസി. ഹാൻഡിപ്പൻ ചേട്ടനോ? ഒന്നവിടെ ഇരുന്നേ. എന്താ ചേട്ടാ? ഡേവിസിന് ഇപ്പൊ എങ്ങനെയുണ്ട്? റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അമ്മാതിരി ആക്സിഡന്റ് അവിടെ നടന്നത്. ആ വണ്ടിയുടെ കിടപ്പ് കണ്ടാലേ ആള് സ്പോട്ടിൽ തീർന്നു പോയെന്ന് വിചാരിക്കുള്ളൂ. വണ്ടിക്ക് അങ്ങനെയൊക്കെ പറ്റിയെങ്കിലും ദൈവം സഹായിച്ച് ചേട്ടന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പിന്നെ പുറമെ ഒന്നും കാണുന്നില്ലെങ്കിലും ഉള്ളിൽ നല്ല കുഴപ്പമുണ്ടാവും. അതാണല്ലോ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. തലയടിച്ചാണല്ലോ വീണത്. അതും ദൈവാധീനം എന്നല്ലാതെ എന്തു പറയാനാ? വീണതിന് ശേഷമാണല്ലോ ഹെൽമെറ്റ് ഊരിപ്പോയത്. അല്ലെങ്കിൽ തല പപ്പടം പൊഴിയണ പോലെ പൊടിഞ്ഞു പോകില്ലാർന്നാ. പിന്നെ പ്രത്യക്ഷത്തിലില്ലെങ്കിലും കൈക്കും കാലിനും ഒക്കെ ഒടിവുണ്ടായിരുന്നാണല്ലോ ഞാൻ കേട്ടത്. ശരിയാണോ? ശരിയാണ് ചേട്ടാ. എന്നാലും എനിക്ക് നിങ്ങളൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ വേറൊരാൾ പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഗ്രേസി കരയല്ലേ, കരയല്ലേ. അതെ ഗ്രേസി, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ചേട്ടാ? അല്ല, ഈ മരുന്നിനും ചെലവിനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിള്ളേരുടെ പഠിത്തമൊക്കെ? അതൊക്കെ അങ്ങനെ ഒരുപാട് നല്ല മനസ്സുള്ളവരുടെ സഹായം കൊണ്ട് നടന്നു പോകുന്നു. അല്ല, ഈ നല്ല മനസ്സുകളെന്ന് പറയുന്നത് ആ ജോണിനെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും അല്ലേ? അയ്യോ, അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലേ.
ആക്സിഡന്റിനു ശേഷം ആ. ഹോസ്പിറ്റലായാലും വീട്ടിലായാലും ഇവരൊക്കെ വളരെയധികം സഹായങ്ങൾ ചെയ്തത് മറക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം തന്നെ ആ ജേക്കബ് സാറിനോട് പറഞ്ഞ് മോൾക്ക് പഠിത്തത്തിനുള്ള പൈസ വാങ്ങി കൊണ്ടുവന്ന് തന്നത് ഈ ജോണിച്ചേട്ടനാ. ആഹാ, എത്ര രൂപ? 25,000 രൂപ. ജേക്കബ് സാറ് ഒറ്റയ്ക്ക് അത്രയും കാശ് തന്ന? അങ്ങേര് നല്ല മനുഷ്യനാണ്. ഞങ്ങൾക്ക് ആ പണം 2 മാസം കഴിഞ്ഞിട്ട് ആവശ്യം വരൂ. അത് ഞങ്ങൾ ജോണിച്ചേട്ടനെ തന്നെ ഏൽപ്പിച്ചു. 2 മാസം കഴിഞ്ഞ് തന്നാ മതിയെന്നും പറഞ്ഞു. അയ്യോ, അതെന്താ? വെറുതെ കയ്യിൽ വെച്ചോണ്ടിരുന്ന അത് എന്തിനെങ്കിലും എടുത്ത് ചെലവായി പോവും. അല്ല, ഈ 25,000 കൊണ്ട് മാത്രം അഡ്മിഷൻ ശരിയാവൂ? അത് മതിയാകും. അവള് BBA പോവാനാണ് ഉദ്ദേശിക്കുന്നതേ. ആ. പിന്നെ മാത്രല്ല 1-2 പേരും കൂടി സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടേ. ഗ്രേസി, ജോലിയൊക്കെ കുറച്ച് കുറവാണേ. അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാനൊന്നും ഒരു സഹായത്തിനായിട്ട് മുന്നോട്ട് വരാത്തത്. വരതും വിചാരിക്കരുത്. ഓ, അത് സാരമില്ല. പിന്നെ ഡേവിസിന്റെ ആക്സിഡന്റ് നടക്കുമ്പോൾ ഞാൻ പാലക്കാടാ. അതൊക്കെ കൊണ്ടാ അന്ന് ഹോസ്പിറ്റലൊന്നും കാണാഞ്ഞത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലേ ഞാനൊക്കെ എന്നും മുൻപന്തിൽ നിന്നിട്ടുള്ളൂ. അത് ഈ ജോണിക്കൊക്കെ അറിയാം. ആരായിട്ടെങ്കിലുമൊക്കെ സഹായിക്കാൻ ആളുണ്ടായല്ലോ ചേട്ടാ. അതൊക്കെ വലിയ ദൈവസഹായല്ലേ. പിന്നെ എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ടെ. ആയിക്കോട്ടെ. ഡേവിസിനോട് പറഞ്ഞു കേട്ടോ, ഞാൻ പ്രത്യേകം അന്വേഷിച്ചായിട്ട്. ആ, ശരി. ആ, ശരി എന്നാ. ഷേ, നമ്മളെയൊന്നും ഒരു ആക്സിഡന്റും വേണ്ടല്ലേ. ഇതിപ്പോ കണ്ടില്ലേ, കോളല്ലേ ഈ ഡേവിസിനൊക്കെ. അവന്റെ ഭാര്യ എടുത്താൽ നോക്കിയേ, കയ്യിലും കാലിലും കാതിലും എല്ലാം സ്വർണം. 2 മാസത്തേക്ക് ജോണിയുടെ കയ്യിൽ 25,000 രൂപയുണ്ട്. വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന ജേക്കബ് സാർ ആരാദ്യം വേണം? അപ്പൊ ആദ്യം ജേക്കബ് സാർ, പിന്നെ ജോണി. ഓക്കെ. വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. സങ്കീർത്തനങ്ങൾ 101 അധ്യായം 7 വാക്യം. ചേട്ടാ, ചായ കുടിച്ചോ? നീ എന്താ താമസിച്ചത്? മോളവിടെ നിന്നോ? ആ, കൊറേ നാളായില്ലേ ചേട്ടാ എല്ലാവരെയും ഒക്കെ കണ്ടിട്ട്. അവളെ റീന കൊറേ നിർബന്ധിച്ചു. മാത്രല്ല ഇനി ക്ലാസ് ഒക്കെ തുടങ്ങാൻ പോവല്ലേ. പിന്നെ തുടങ്ങിക്കഴിഞ്ഞാ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ആ, അത് നന്നായി. അവൾക്കതൊരു ചേഞ്ചും ആവൂലോ. ഞാൻ പോരുന്ന വഴി നമ്മുടെ സ്കൂളിന്റെ പുറകിൽ വെച്ചേ ആ ആൻ്റപ്പൻ ചേട്ടനെ കണ്ടിരുന്നു. ആൻ്റപ്പൻ? ആ, ഒരിക്കൽ ചേട്ടന്റെ വണ്ടി കേടായപ്പോ ആ വർക്ക്ഷോപ്പിലെ ജോബി വന്നില്ലേ, അവന്റെ കൂടെ വന്ന ആളേ. ആ, ടോസ് ആൻ്റപ്പൻ. ആ, പുള്ളി കൊറേ സഹതാപത്തോടെയൊക്കെ സംസാരിച്ചു. ആ സംസാരം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആളെ പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല. എനിക്കും തോന്നി അയാളുടെ സംസാരം കേട്ടപ്പോ. ചേട്ടന്റെ അസുഖ വിവരവും പിള്ളേരുടെ പഠിത്തത്തിനെ പറ്റിയൊക്കെ പുള്ളി വിശദമായിട്ട് ചോദിച്ചു. പിന്നെ ചേട്ടന് ആക്സിഡന്റ് പറ്റുമ്പോ പുള്ളി പാലക്കാടായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ വന്നേനേന്ന്. ആക്സിഡന്റ് നടക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് ദേവസ്യന്റെ കടയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതല്ലേ അവനെ. ആഹാ, ജോലിയൊക്കെ കുറവായത് കൊണ്ടാണ് നമ്മളെ സഹായിക്കാതിരുന്നേന്നും, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന കാര്യത്തിൽ പുള്ളി മുൻപന്തിയിലുണ്ടായിരുന്നേനെന്നും പറഞ്ഞു. വാചക കസരത്തിന്റെ കാര്യത്തിലേ അവൻ കഴിഞ്ഞ ആളുള്ളൂ. പ്രവൃത്തിയിൽ വരുമ്പോഴാ ആള്
ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നു പറയുന്നതിൻ്റെ ഒരു മിനി എഫക്റ്റാണ്. നമ്മളോടുള്ള സംസാരത്തിൽ അവന് ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ അവൻ കണ്ടുപിടിക്കും. കമന്ന് വീണ പണം കൊണ്ടേ അവൻ വരൂ. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. കൊളോസോസ് 4:6 എന്നോട് സംസാരിച്ചിട്ട് പുള്ളിക്ക് എന്ത് കിട്ടാനാ? ചേട്ടൻ ഇന്ന് നടന്നായിരുന്നോ? ആ, കുറച്ചൊക്കെ നടന്നു. നീ ഒരു ചായ എടുക്ക്. അപ്പൊ ചായ കുടിച്ചെന്ന് പറഞ്ഞിട്ട്? അത് മുൻപല്ലേ, ഇപ്പൊ ചൂടായിട്ട് പറഞ്ഞു കൊടുക്ക്. ആ പിന്നെ ചേട്ടാ, ആ ജേക്കബ് സാറ് നമ്മളെ സഹായിച്ചു എന്ന് പറഞ്ഞപ്പോ അയാള് ചോദിക്കുകയാണേ, ജേക്കബ് സാറ് ഒറ്റയ്ക്ക് 25,000 രൂപ തന്നു. അപ്പോ നീ എന്ത് പറഞ്ഞു? എന്ന് പറഞ്ഞു. ആ, അപ്പോ ആളിപ്പോ ജേക്കബ് സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ആ, ഇന്നത്തേക്കുള്ളത് അവനായി. അപ്പോ അത് ജേക്കബ് സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അത്ര വലിയ അപകടകാരിയൊന്നും അല്ലെന്നേ അവൻ. വർക്കൊക്കെ കുറവാന്നല്ലേ പറഞ്ഞത്. നീ ചായ എടുക്ക്. വാ വാ. ഞാൻ ആൻ്റപ്പൻ. അതെന്താടോ, തന്നെ എനിക്കറിയില്ലേ? ഡൊമിനിക്കേട്ടൻ്റെ മോനല്ലേ? ഞാൻ വിചാരിച്ച് സാറിനെ മനസ്സിലായിട്ടുണ്ടാവില്ലെന്ന്. സാറ് കുറെ നാളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ ശരിയാ, എന്നാലും നാട്ടുകാരെ മിക്കവരെയും എനിക്കറിയാം. വാ, വന്നിരിക്കി. അയ്യോ സാറേ വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ആ, എങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം. വേണ്ട സാറേ, സാറവിടെ ഇരുന്നോ, ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചോളാം. ആൻ്റപ്പന് ഇരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ദേ ഇവിടെ നിന്ന് സംസാരിക്കാം. പറയാൻ്റപ്പ, എന്താ കാര്യം? അത് പിന്നെ സാറേ, സാർ എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം ഞാൻ ചെയ്യണ്ടേ? എനിക്ക് 2 മക്കളാണ്. ഓഹോ. അപ്പോൾ ഉള്ള കാര്യം ഞാനങ്ങ് തുറന്നു പറയാമല്ലോ. പണി കുറച്ച് കുറവാണ്, അതുകൊണ്ട് കുറച്ച് പരിങ്ങലിലാണ് കാര്യങ്ങൾ. സാറൊരു 10,000 രൂപ കടം തരണം. ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചു തരാം. അതിനെന്താ ആൻ്റപ്പ, ഞാൻ തരാം. കുട്ടികളുടെ പഠനത്തിന്റെ കാര്യല്ലേ? തരാന്നോ? അതെ. വളരെ ഉപകാരം സാറേ. അത്രക്ക് വലിയ സഹായമാണ് സാറിപ്പോൾ എനിക്ക് ചെയ്യണത്. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ, ദൈവം അറിയാതെയും അനുഗ്രഹിക്കാതെയും ഒന്നും നടക്കുന്നില്ല. ആൻ്റപ്പനില്ലായ്മ വന്നപ്പോൾ എന്നിലൂടെ ആൻ്റപ്പനെ സഹായിക്കാൻ അവസരമൊരുക്കിയ ദൈവം ആൻ്റപ്പനെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. സങ്കീർത്തനങ്ങൾ 125:1. സാറ് വലിയ ഈശ്വരഭക്തനാണല്ലേ? ആൻ്റപ്പനോട് നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. ഇങ്ങനെ ഇത്ര മണ്ടനായിരുന്നെങ്കിൽ നേരത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് പൈസ അടിച്ച് മാറ്റായിരുന്നു. ദൈവഭക്തിയെ പറ്റി നല്ല മനസ്സാണെന്നൊക്കെ പറഞ്ഞ് ഒന്ന് സുഖിപ്പിച്ച് സംസാരിച്ച പോലെ. ഇതാ ആൻ്റപ്പ, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാമോ? അല്ല, അതിപ്പോ ഇതുപോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, മനസ്സ് വേദനിക്കുന്ന ഒരാളെ സഹായിക്കുക എന്നതാണ്. എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം ശരിയാവും. പിന്നെ ഈ പണം ആൻ്റപ്പൻ എനിക്ക് തിരിച്ചു തരണ. പറ്റുമെങ്കിൽ എന്നെങ്കിലും ആൻ്റപ്പൻ്റെ അറിവിൽ
ഇതുപോലെ സഹായം ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അവരെ സഹായിക്കുക. എല്ലാം പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹത്തോടു കൂടി ചെയ്യുക. എല്ലാം ശരിയാവും. അപ്പൊ ശരിയെന്ന്. ശരി സാർ. ഓ, ആ, എടാ നീ എവിടെ പോയിട്ട് വരണേടാ? ഞാനിവിടെ അടുത്തൊരു സ്ഥലം വരെ പോയിട്ട് വരിക. അല്ല ഇപ്പൊ നീ എവിടെ പോണേന്ന്? ദേ ഇവിടെ ഒരാളെ കാണാനുണ്ട്. ഞാൻ പറ്റണം. ആ അങ്ങനെ അങ്ങോട്ട് പോയാലാ? നിനക്കിത് എന്തു പറ്റി? ആകെ ഒരു മൂഡ് ഓഫ്. പണിക്ക് പോകുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം പണി നിനക്ക് അലർജിയാണല്ല. ഇല്ലടാ, നാളെ മുതൽ പണിക്ക് പോകണം. അധ്വാനിച്ച് ജീവിക്കണം. അല്ലാത്ത ജീവിതം ഉണ്ടല്ല. അതെന്ത് പറ്റിയടാ? അതെ, ഞാനാ ഡേവിസിന്റെ ചികിത്സാ സഹായ സംഘത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അല്ല, അത് നിനക്കറിയാവുന്നതാണല്ലോ. ആ എടാ, ഈ ജേക്കബ് സാറില്ലേ? പിന്നില്ലേ, ജേക്കബ് സാറിന് അറിയാത്തവരുടെ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാ? ഇപ്പൊ ഞാനേ ആ സാറിന്റെ വീട്ടിൽ നിങ്ങൾ വന്നത്. നിന്റെയൊക്കെ ബുദ്ധി ഉപയോഗിച്ച് നീയൊക്കെ അങ്ങേരെ നന്നായിട്ട് വലിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അത്തരം പറ്റിക്കലും വലിപ്പിക്കലും എല്ലാം ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ അത് നിന്നോട് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിതിപ്പോൾ നിന്നോട് പറയാൻ കാരണം, അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ അഭിപ്രായം പറയുകയും അത് അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ടാണ്. സഹായനിധിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ആ ജേക്കബ് സാറായിട്ട് പരിചയപ്പെട്ട ആദ്യ ദിവസം തന്നെ ഞാൻ എൻ്റെ ഫയൽ വെച്ചു. അതിനെന്താ, ഗുണമല്ലേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഗുണത്തെക്കാളേറെ അത് ജീവിതത്തിൽ ദോഷങ്ങളാണ് ഉണ്ടാക്കിയത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുവരെ ഉണ്ടാകാത്തതുപോലെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ, ചെയ്യുന്നതെല്ലാം കുഴപ്പം. ആശുപത്രി, മരുന്ന്, ആക്സിഡൻറ്റ്, ഇപ്പതേ പോലീസ് സ്റ്റേഷൻ കേസ്. ഞാൻ എനിക്കെന്താ സംഭവിച്ചതെന്ന് ആലോചിച്ചു നോക്കി. ആലോചന ചെന്ന് നിന്നത് അത് ജേക്കബ് സാറില്ല. എനിക്ക് പണം തന്ന് സഹായിക്കുമ്പോൾ നേരിൻ്റെ വഴിയെപ്പറ്റിയും ദൈവാനുഗ്രഹത്തെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതെല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയുക, അത്രേ ഞാൻ കരുതിയിരുന്നുള്ളൂ. ദൈവാനുഗ്രഹം ഒരുപാടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള കളി എൻ്റെ കണ്ണു തുറപ്പിച്ചു. എൻ്റെ പ്രശ്നങ്ങളുടെ കാരണം എനിക്ക് മനസ്സിലായി. അങ്ങേരെ കബളിപ്പിച്ച് വാങ്ങിച്ച പണം മാപ്പ് പറഞ്ഞ് തിരിച്ചു കൊടുക്കാനാ ഞാനിപ്പോൾ പോണത്. ഞാൻ പോട്ടെടാ. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 147 അധ്യായം 11 വാക്യം. ദൈവം സഹായിച്ച് ചേട്ടന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അതും ദൈവാധീനം എന്നല്ലാതെ എന്തു പറയാനാ? എന്നിലൂടെ ആൻ്റപ്പനെ സഹായിക്കാൻ അവസരമൊരുക്കിയ ദൈവം ആൻ്റപ്പനെയും അനുഗ്രഹിക്കുന്നു. ഇതുപോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, മനസ്സ് വേദനിക്കുന്ന ഒരാളെ സഹായിക്കുക എന്നതാണ്. എനിക്ക് പണം തന്ന് സഹായിക്കുമ്പോൾ നേരിൻ്റെ വഴിയെപ്പറ്റിയും ദൈവാനുഗ്രഹത്തെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ദൈവാനുഗ്രഹം ഒരുപാടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള കളി എൻ്റെ കണ്ണു തുറപ്പിച്ചു. പിന്നെ ഈ പണം ആൻ്റപ്പൻ എനിക്ക് തിരിച്ചു തരണ്ട. പറ്റുമെങ്കിൽ എന്നെങ്കിലും ആൻ്റപ്പൻ്റെ അറിവിൽ ഇതുപോലെ സഹായം ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കും. ചേട്ടാ, ഞാൻ പോയിട്ട് വരാം. ആ ഭക്ഷണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചേക്കണേ. ആ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. ചേട്ടനോ?
ഡേവിഡ് ഇല്ലേ? ആ ഉണ്ട്, ഞാൻ വിളിക്കാം. ആ ചേട്ടാ ഇരിക്കേ. ആ ചേട്ടാ, അയാള് ആ ആൻ്റപ്പൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ആ ടോസ് ആൻ്റപ്പനെ. അവനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഇന്നലെ കണ്ടപ്പോ നീ വേറെ വല്ലതും പറഞ്ഞിരുന്നോ? ഏയ്, ചേട്ടനോട് പറഞ്ഞതൊഴിച്ച് വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, എന്തെങ്കിലും ഗുണമുള്ള കാര്യമല്ലെങ്കിലേ ഇവനൊന്നും ഒരു സ്ഥലത്തോട്ടും വരില്ല. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാതെ അങ്ങ് പുറത്തേക്ക് പോയി ഒന്നൊന്ന് ചോദിക്ക് എന്താന്ന്. ആ ആ ആൻ്റപ്പാ, ആ എന്തൊക്കെയുണ്ട്? ഓ നല്ലത് തന്നെ. ഇരിക്കാൻ്റപ്പാ. എന്താ ആൻ്റപ്പാ പതിവില്ലാതെ? ഞാൻ ഡേവിസിനെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ വന്നതാ. ഇന്നലെ ഞാൻ വൈഫിനെ വഴി വെച്ച് കണ്ടിരുന്നു. ആ, ഗ്രേസി പറഞ്ഞിരുന്നു. എത്ര നാളത്തെ റെസ്റ്റാ പറഞ്ഞിരിക്കുന്നത്? 6 മാസത്തെ റെസ്റ്റെങ്കിലും വേണമെന്നാണ് പറഞ്ഞിരിക്കണത്. ഇപ്പം 2 മാസം കഴിഞ്ഞില്ലേ? പക്ഷേ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എൻ്റെപ്പാ. കാര്യങ്ങൾ നടക്കണ്ടേ? മറ്റുള്ളവരുടെ സഹായം എന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ അവർക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ? അത് ഞങ്ങളും ഓർക്കണ്ടേ? ഏയ്, അതൊന്നും നോക്കണ്ട. 6 മാസം റെസ്റ്റ് കഴിയുന്നവരെ ക്ഷമിക്കുക. അതുവരെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ വന്നതേ ഡേവിസേ, അതുപോലൊരു ചെറിയ സഹായം ചെയ്യാനാ. ദാ ഇതിരിക്കട്ടെ, ഒരു 10,000 രൂപയുണ്ട്. നിനക്ക് മരുന്നിനും മോളുടെ പഠിത്തത്തിനൊക്കെ കാശിന് ആവശ്യമുള്ളതല്ലേ? എടാ, ഇത് വേണ്ടടാ. നിനക്കും പണിയൊക്കെ കുറവല്ലേ? അതും കാര്യമാണ്. പക്ഷേ അതിലും വലിയ അത്യാവശ്യം ഇതല്ലേ? പിന്നെ ആക്സിഡന്റ് നടക്കുന്നതിന് 1/4 മണിക്കൂർ മുമ്പ് ഞാൻ ആ ദേവസ്ഥേറിൻ്റെ കട നിൽക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടിരുന്നു. ആ രമേശൻ്റെ വണ്ടി പാലക്കാട് പോകുന്നുണ്ടായിരുന്നു. അതിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ നോക്കി നിന്നതാ. വണ്ടി വന്നു, ഞാനതിൽ പോകുമ്പോൾ നീ ആ സുമേഷായിട്ട് സംസാരിച്ച് നിൽപ്പുണ്ടായിരുന്നു. എടാ, നിനക്കും ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതല്ലേ? അതിൻ്റെ ഇടയിൽ ഇത്. ഇനി നീയൊന്നും പറയണ്ട. അപ്പം ഞാനങ്ങ് ചെല്ലട്ടെ. എല്ലാം ശരിയാവും. നീ പ്രാർത്ഥിക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ പറ്റടാ. പോട്ടെ ഗ്രേസി. എന്താ ചേട്ടാ? നമ്മൾ ഓരോരുത്തരെ പറ്റി ഒന്ന് ധരിക്കുന്നു, പക്ഷേ ദൈവം അവരെ മറ്റൊരു രീതിയിൽ ഒരുക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആരു വസിക്കും? പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ. സങ്കീർത്തനങ്ങൾ 15-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.